അതേ സമയത്ത് മമ്മൂട്ടി സിനിമകൾ വേറൊരു ടൈപ്പ് ഓഫ് രീതിയിൽ മുന്നോട്ട് പോവുകയും സക്സസ് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ കൈയടി നേടുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സിനിമകൾ പരാജയപ്പെടുന്നില്ല എന്നാണ്. ഒരുപാട് സിനിമകൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞ് മോഹൻലാൽ അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് അപ്ഡേഷൻസ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കൃഷാന്ത് സിനിമയുണ്ടെന്ന് പറയുന്നുണ്ട്, അമൽ നീരദുമായിട്ട് ഒരു സിനിമയുണ്ടെന്ന് പറയുന്നുണ്ട്, അൻവർ റഷീദുമായിട്ട് ഒരു സിനിമയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അപ്ഡേഷൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഏറ്റവും അവസാനം വന്നത് അനൂപേനുമായിട്ടുള്ളൊരു സിനിമയുടെ ഉണ്ടാകുമെന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ദൃശ്യം 3യുടെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ഓഡിയൻസിനെ പ്രേക്ഷകരെ എല്ലാം ഒരു ഹൈപ്പാക്കി. എന്നിരുന്നാലും ഈ മോഹൻലാൽ സിനിമകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇനി മുന്നോട്ട് പോകുന്ന മോഹൻലാൽ സിനിമകൾക്കും ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കേണ്ടതല്ലേ? ഇനി വരാൻ പോകുന്ന സിനിമകൾ നോക്കുവാണെങ്കിൽ തുടരും തരുൺ മൂർത്തിയുടെ സിനിമയാണ്. എല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. കാരണം തരുൺ മൂർത്തി എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ സംവിധായകൻ കഴിവ് കളിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ തരുൺ മൂർത്തി തന്നെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോൾ മോഹൻലാലിൻ്റെ ഡബ്സൊക്കെ പറഞ്ഞ് രണ്ടാമതും ആ ഒരു മാറ്റം വന്നാണ് ഈ ഒരു കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ അത്രയ്ക്ക് ഷാർപ്പ് രീതിയിലാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ചെയ്ത് കൊണ്ടുവന്നത്. ഒരു കുടുംബ സിനിമയായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഏറെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു തുടരുമെന്ന സിനിമയിലൂടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈപ്പായിട്ട് വരുന്ന സിനിമ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ആസ് എ ഫാൻ ബോയ് എന്ന നിലയിൽ പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിനെ സ്റ്റാറായിട്ടും ആക്ടർ എന്ന രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ലൂസിഫർ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എമ്പുരാനിലും ആ ഒരു രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരിക്കും. അതുപോലെ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ അനൂപ് സത്യൻ്റെയാണ് കഥ. നമുക്കറിയാം സത്യനന്ദിക്കാടിൻ്റെ സിനിമയാകുമ്പോൾ ലളിതമായ സിനിമയാണ്. ആ ലളിതമായ സിനിമ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതുകൂടാതെ തന്നെ മോഹൻലാൽ ഈ സൗഹൃദത്തിൻ്റെ പേരിൽ പല ഭാഷകളിൽ പോയി സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പം വൃഷഭ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ ഒരു ആ ഒരു ഗെറ്റപ്പിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ രീതി തോന്നുന്ന രീതിയിലാണ്. പക്ഷേ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ അറിയാം ഇങ്ങനെ ഉള്ളതാണ്. അതുപോലെ തന്നെ കണ്ണപ്പ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. കണ്ണപ്പ തന്നെയാണ് എൻ്റെ രൂപം. അപ്പോൾ എന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പിറ്റ് സെക്കൻഡുകളിൽ മോഹൻലാലിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ എന്തോ ലുക്കാണ്, അല്ലെങ്കിൽ വീണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ തലവെക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പം മോഹൻലാൽ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന സൗഹൃദ വലയം തന്നെയാണ്. അദ്ദേഹം സൗഹൃദത്തിൻ്റെ പേരിൽ ഒരുപാട് സിനിമകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു നോ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ആ ഒരു നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർ അദ്ദേഹത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കണം. അതായത് ഒരു സൈഡിൽ മാറിക്കൊണ്ടിരിക്കണം. കാര്യം ശരിയാണ്, ഏറ്റവും കൂടുതൽ ഫാൻസാണ്. ഇപ്പോഴും ഒരു മോഹൻലാൽ സിനിമ ഗംഭീരമായ രീതിയിൽ വരികയാണെങ്കിൽ തിയേറ്റർ ഫുൾ നിറയുകയും കൈയ്യടി നേടുകയും ചെയ്തു. പക്ഷേ കാത്തിരിക്കുന്ന അതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം മടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ 2000-ന് ശേഷമുള്ള നമ്മൾ ഈ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ എടുത്തു പറയാൻ വലിയ മോഹൻലാൽ സിനിമകൾ വളരെ പരിമിതമാണ്. പക്ഷേ മമ്മൂട്ടി സിനിമകളോ ഇഷ്ടം പോലുണ്ട്. അത് ഏത് ജനറൽ നോക്കിക്കഴിഞ്ഞാലും പല സിനിമകളാണ്. ഇപ്പം പ്രമേഹവും പോലൊരു സിനിമ ലണ്ടൻ സ്കൂൾ ഓഫ് അക്കാഡമിയിൽ പ്രസൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് കൈയ്യടി നേടുന്ന കാര്യമാണ്. അങ്ങനെ മമ്മൂട്ടി പല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതേ സമയത്ത് മോഹൻലാൽ എൻ്റെ ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ സിനിമകളാണ് നമ്മളെല്ലാവരും എടുത്ത് പറയുന്നത്. പുതിയ സിനിമകളില്ല. 2020-ന് ശേഷം ഒരു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ എക്സ്പ്ലോർ ചെയ്ത സിനിമകൾ പഴയ കാലത്താണെങ്കിലും വളരെ പരിമിതമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ രീതി എക്സ്പ്ലോർ ചെയ്ത സിനിമകൾ കുറവാണ്. അന്ന് അതുപോലെ ലെജൻസ് റൈറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു അതെന്താ പറയുക മാക്സിമം പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത്രയും ഒരു റൈറ്റേഴ്സ് ഒന്നും ഇല്ല. റൈറ്റേഴ്സ് പലവരും ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ആ ലെജൻസ് പോലെ റൈറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണ്? മാറ്റത്തിന് വിധേയമാക്കപ്പെടേണ്ടതല്ലേ മോഹൻലാൽ സിനിമകളും മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മാറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മാറാൻ പറ്റാത്ത മോഹൻലാലും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു തരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.